നെല്ലിയാമ്പതി ട്രിപ്പ് പാർട്ട് 2. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞാനും ചേട്ടനൊക്കെ ഒരു 5:30 ആയപ്പോൾ എണീറ്റു. ഞങ്ങൾ എണീറ്റിട്ട് ബാക്കി എല്ലാവരും വിളിച്ചെണീപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനല്ല കേട്ടോ, ചേട്ടൻ വിളിച്ചെണീപ്പിച്ച്. പിന്നെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആരും. ഇപ്പോൾ എല്ലാവരും കുളിക്കാൻ ഡ്രസ്സൊക്കെ മാറി നല്ല സെറ്റായി മേക്കപ്പൊക്കെ ചെയ്ത് മുടിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ തന്നെ ട്രക്കിങ്ങിന് പോയി. ട്രക്കിങ് ഞാനൊക്കെ വിചാരിച്ചത് ഞാൻ ഇതിനേക്കാൾ മുന്നേ ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച കുഴപ്പമില്ല, ചെറുതായിട്ടൊരു കുലുക്കം ഒക്കെയെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ഇവിടെ പോയത് മറ്റേ ബ്രഹ്മരം മൂവി ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കായിരുന്നു. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, മോഹൻലാൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോണത്, ആ സ്ഥലത്തേക്ക് പോയി. എൻ്റെ ദൈവമേ, തണ്ടലൊക്കെ ഉണ്ടല്ലോ, തണ്ടലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോയെന്ന് തോന്നി. അതേമാതിരി കുലുക്കോ സൈഡൊക്കെ മറ്റേ സീറ്റിൻ്റെ ഇതുമൊക്കെ ഇടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ണിയോളുണ്ടായിരുന്നു, ഉണ്ണിയോളൊക്കെ കരച്ചില്ല, എനിക്കൊക്കെ ഛർദ്ദിക്കാൻ വന്നു തുടങ്ങി. പിന്നെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്ഥലത്തായിട്ട് അവർ നിർത്തും. റിട്ടേൺ വരുന്നത് അങ്ങനെയല്ല, ഒറ്റ സ്റ്റിച്ചിൽ ഇറങ്ങി. എൻ്റെ പൊന്നി, സ്വർഗം കണ്ടു സ്വർഗം. ഞങ്ങളൊക്കെ ആലോചിച്ച് എന്തിനാ ഈ പൈസ കൊടുത്തിട്ട് തണ്ടൽ കളഞ്ഞതെന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാലോചിക്കില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞു എന്തിനാ വെറുതെ പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ തണ്ടലൊക്കെ കളയേണ്ട ആവശ്യം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ ഇത്രയൊക്കെ സഹിച്ചാലും അവിടെ എത്തിയിട്ടുള്ള ആ വ്യൂ ഉണ്ടല്ലോ, അത് നല്ല നല്ല രസമായിരുന്നു. അത് ഞങ്ങൾ പോയതിനേക്കാളും കുറച്ചും കൂടി നേരത്തെ പോയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, നല്ല കാറ്റുണ്ടാ. ഇതാണ് അതിൻ്റെ മുകളിലത്തെ വ്യൂ പറയുന്നത്. കുറച്ച് കോടയും കാറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ മുകളിൽ കയറി കുറച്ച് ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഒറ്റ സ്ട്രെച്ചിൽ റൂമിൽ വന്ന് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണുമ്പോഴേക്കും ബൈ.